നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക വാവു ബലി ദിവസമാണ്. പിതൃകൾക്കായുള്ള പുണ്യ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എല്ലാ ഹൈന്ദവ വിശ്വാസികളും ഇന്ന് ബലിതർപ്പണം നടത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ പലയിടങ്ങളിലും ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങളും ആളുകളും ഒക്കെ തന്നെ എത്തിയിരുന്നു. വളരെ പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണം ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഈ ശംഖുമുഖം കടൽ തീരത്തൊക്കെ തന്നെ ബലിതർപ്പണത്തിന് ആളുകൾ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ കടലിൽ തീരമില്ലാത്ത തന്നെ ബലിതർപ്പണം ശംഖുമുഖത്തില്ല. അതുപോലെ തന്നെ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ഈ തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോൾ ബലിതർപ്പണമുണ്ട്. മാത്രമല്ല പ്രാദേശികമായി അമ്പലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ബലിതർപ്പണം ഉള്ളതുകൊണ്ട് കൂടുതൽ സൗകര്യമായിട്ടുണ്ട് ആളുകൾക്ക്. ഏതായാലും ബലിതർപ്പണത്തിനായി കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ തലസ്ഥാന നഗരിയിൽ നിയന്ത്രണം ആരംഭിച്ചിരുന്നു. രാത്രി 10 മണി മുതൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നിയന്ത്രണം. തിരുവല്ലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വാവുബലി തർപ്പണത്തിനായി വലിയ ജനത്തിരക്ക് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. വാവുബലി ദിവസത്തെ തിരക്ക് കണക്കിലെടുത്ത് വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനായി യാത്ര മുൻകൂട്ടി ക്രമീകരിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ വളരെ നേരത്തെ വന്നിരുന്നു. പ്രത്യേകിച്ച് തിരുവല്ലം ശംഖുമുഖം ഭാഗങ്ങളിലൂടെയുള്ള യാത്രക്കാർ നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് സമയക്രമം ആസൂത്രണം ചെയ്യണം. ഈ റോഡുകളിൽ നിയന്ത്രണമുണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ട് മുതൽ ഓൾ സയൻസ് ജംഗ്ഷൻ വരെയുള്ള റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. തിരുവല്ലം ക്ഷേത്ര പരിസരം, ബൈപ്പാസ് റോഡ്, തിരുവല്ലം ജംഗ്ഷൻ മുതൽ തിരുവല്ലം LP സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് എന്നിവിടങ്ങളിൽ പ്രധാനമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ശംഖുമുഖത്ത് നമ്മൾ പണ്ട് ബലിതർപ്പണം നടപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തല്ല, പകരം മറ്റു ഒരിടത്താണ് ബലിതർപ്പണം ഉള്ളത്. വാവുബലി തർപ്പണത്തിനെത്തുന്ന ഭക്തരുടെ വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനായി പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യണം. ബലിതർപ്പണത്തിനായി എത്തുന്ന വാഹനങ്ങൾ ബൈപ്പാസ് റോഡിൽ, വെങ്കര ക്ഷേത്രത്തിന് സമീപത്തെ സർവീസ് റോഡിൽ സജ്ജമാക്കിയ ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യണം. ഇതിനു പുറമെ എയർഫോഴ്സ് സ്റ്റേഷൻ, ഈ കർവ് ഭാഗത്തെ ഗ്രൗണ്ട്, ബെയിലി പ്രസ് ഗ്രൗണ്ട്, സുനാമി പാർക്കിന് സമീപത്തെ ഗ്രൗണ്ട്, ശംഖുമുഖം ദേവീക്ഷേത്ര ഗ്രൗണ്ട് എന്നിങ്ങനെ 4 പ്രധാന പാർക്കിംഗ് ക്ഷേത്രങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. കർക്കിടക വാവുബലി തർപ്പണത്തിനായി തിരുവല്ലത്തും സമീപ പ്രദേശങ്ങളിലും വൻ ഭക്തജന തിരക്ക് ആണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണങ്ങളും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിമാനത്താവള യാത്രക്കാർ അവസാന നിമിഷത്തെ യാത്ര ഒഴിവാക്കാൻ ആവശ്യമായ സമയമെടുത്ത് യാത്ര ചെയ്യുന്നത് ഗതാഗത തടസ്സം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്.